നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മയോട്. ഞാൻ കാരണം ഈ കുടുംബത്തിന്റെ സമാധാനം നശിക്കുമെന്ന് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എന്നെ ദത്തെടുത്ത് മകനായിട്ട് കൊണ്ടുവന്ന് വളർത്തില്ലായിരുന്നു അല്ലേ? എവിടെയോ കിടന്ന് എന്നെ എടുത്തുകൊണ്ട് വന്ന് വളർത്തി. ഇപ്പൊ അതിന്റെ പേരിൽ അമ്മ സങ്കടങ്ങൾ അനുഭവിക്കുക. അന്ന് കാണിച്ചത് വലിയ അവിവേകമായി പോയെന്ന് അമ്മയ്ക്ക് തോന്നി കാണില്ല. എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ? ഞാനില്ലായിരുന്നെങ്കിൽ പ്രണവ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. മദ്യപിക്കാൻ പോവായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല ഗൗതം. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഇതൊക്കെ പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാനാ. എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്റെ അനാഥത്വത്തിലേക്കാ. അതുകൊണ്ടാണല്ലോ എന്റെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ നിനക്കെന്താ അവകാശമൊന്നും, നീ ആരാണെന്നും ഒക്കെ പ്രണവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരനായിരുന്നെങ്കിൽ അവനങ്ങനെ ചോദിക്കൂ? എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സമാധാനമാണ്. അതെന്റെ കടമയുമാണ്. എന്നെ ഈ നിലയിൽ എത്തിച്ചതിന് അത്രയെങ്കിലും നന്ദി കാണിക്കണ്ട ഞാൻ. അതിനൊരു വഴി എനിക്കറിയൂ. എല്ലാ അർത്ഥത്തിലും ഈ വീടിന്റെ അവകാശി എന്ന് പറയുന്നത് പ്രണവാണ്. ഞാനുമായിട്ട് പിണങ്ങി അവൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും എന്നൊരു ഭീഷണിയുണ്ട്. ഭീഷണിയല്ല, അവനത് ചെയ്യും. അത് വലിയ ശരികേടുമാവും. ന്യായം എന്ന് പറയുന്നത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ. ഞാനങ്ങ് ഇറങ്ങിപ്പോയേക്കാം. എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ. എന്തിനാ മോനെ നീ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? അത് പറഞ്ഞ് നീ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഈ കുടുംബത്തിൽ ആരാണ് മകനെന്നും ആരാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നൊക്കെ പറയേണ്ടത് ഞാനാ. അത് പറയാൻ നിനക്ക് എന്താ അവകാശം? എനിക്ക് നീയും പ്രണവും എന്റെ രണ്ട് കണ്ണുകൾ പോലെയാ ഗൗതം. അതിന് രണ്ടായി കാണാൻ എനിക്ക് പറ്റില്ലടാ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നീയാ. ഈശ്വരമംഗലം എന്ന പേര് ഇത്രത്തോളം വളർന്നെങ്കിൽ അത് നിന്റെ ഐശ്വര്യം കൊണ്ട് മാത്രമാ. നിന്നെ എനിക്ക് കിട്ടിയതിന് ശേഷമുള്ള സൗഭാഗ്യങ്ങള് ഈ കാണുന്നതല്ല. ആ നീയാണോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നത്? അമ്മ പറയുന്നത് കേൾക്ക ഗൗതം. ഒരു കുടുംബമാവുമ്പോ ഏട്ടാനിയന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ പതുക്കെ മാറിക്കോളും. ചേട്ടാനിയന്മാർക്കിടയിലെ പ്രശ്നങ്ങളാണെങ്കിലല്ലേ പതുക്കെ മാറൂ. അതിന് ഞാൻ അവന്റെ ചേട്ടനല്ലല്ലോ ദിതി. ഇവിടുത്തെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ അവന്റെ ആരുമല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ എന്നോടുള്ള വെറുപ്പും പകയും കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം അത് വലിയ ഭൂകമ്പത്തിൽ കലാശിക്കുകയും ചെയ്യും. അതിന് നല്ലത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ ഇപ്പൊ തന്നെ. എന്നെ വിട്ടു പോന്നു പറയാനാണോ ഇപ്പൊ നീ എന്റെ അരികിലേക്ക് വന്നത്? എന്നെ കളഞ്ഞിട്ട് പോകുന്നു പറയാനാണോ നീ വന്നത്? അല്ലമ്മേ, കളഞ്ഞിട്ട് പോകാനല്ല. സന്തോഷത്തോടെ എന്നെ യാത്രയാക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ യാത്ര അയക്കണോ അല്ലേ? അതും സന്തോഷത്തോടെ. കൊള്ളാടാ കൊള്ളാം. നീ ഇല്ലാതെ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ.
അത് കൊള്ളാം കേട്ടോ. എന്നെ കുറിച്ച് അത്രയെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്റെ മോൻ. മിടുക്കനാ നീ. പ്ലീസ് അമ്മേ, ഇനി എതിര് പറയരുത്. ഞാൻ പോണം, പോകേണ്ടവനാണ് ഞാൻ. പ്രണവ് സന്തോഷത്തോടെ ഇരിക്കണം. ഈ കുടുംബത്തിൽ ഇനി ആരും പരസ്പരം മുഖം കറുത്ത് സംസാരിക്കാൻ പാടില്ല. ഞാൻ നിധിയും കൂടെ കൊണ്ടുപോയിക്കോളാം. എങ്കി ഇറങ്ങു നീ. ഇറങ്ങടാ. ഇറങ്ങി പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? എവിടെയാന്ന് വെച്ചാൽ ഇറങ്ങി പോടാ. അമ്മ, ഇനി ഒരു നിമിഷം പോലും ഇവരിവിടെ നിന്നേക്കരുത്. ഇറങ്ങി പോടാ നീ. അമ്മ, ഇറങ്ങ, ഇറങ്ങ. അമ്മ, ഇറങ്ങ. ഇനി എനിക്ക് നിന്നെ കാണണ്ട. പോ, ഇറങ്ങി പോ. ഓരോരുത്തർക്ക് അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യ. ഇറങ്ങി പോ. ഇനി ഇവിടെ നിൽക്കരുത് നീ. പോ, അമ്മ, ഇറങ്ങി പോ. അമ്മേ, 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 എന്ത് പറ്റി? അമ്മേ, അമ്മേ, അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വേഗം. അമ്മയ്ക്ക് പെട്ടെന്ന് ഇതെന്താ നിധി പറ്റിയത്? അമ്മയുടെ പ്രാണൻ എന്ന് പറയുന്നത് ഗൗതം. ആ ഗൗതം വീട് വിട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ആ പ്രാണൻ പോകുന്നതിന് തുല്യമല്ലേ? എനിക്ക് നല്ല പേടിയുണ്ട് ഗൗതം. ഇത്രയും നേരമായിട്ടും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? പറയാം. എന്റെ ക്യാബിനിലേക്ക് വരൂ. എന്താ ഗൗതം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? നീ വാ. ഇരിക്കൂ. എന്താ ഡോക്ടർ, അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീരിയസ് ആയിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല ECG വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പ്രഷറും ഹൈ ആണ്. ഒരു മൈൽഡ് അറ്റാക്കിന്റെ ലക്ഷണമാണ് മനസ്സിലാക്കുന്നത്. അയ്യോ, കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലെന്ന് പറയാം.